കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 24-ാമത്തെ ദിവസമായ ഇന്നത്തെ ചെറുപുഷ്പമൊഴി, സഹനം മാത്രമേ ആത്മാക്കളെ ജനിപ്പിക്കാൻ പര്യാപ്തമാകുകയുള്ളൂ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാം. നമ്മുടെ ജീവിതത്തെ എല്ലാം ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് കൊടുക്കാം. നമുക്ക് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ലിസ്യുവിലെ ചെറുപുഷ്പമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിൽ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൂടെ ആത്മാക്കളെ നേടുവാനായിട്ട് സാധിക്കും എന്നൊരു ബോധ്യം ഞങ്ങൾക്കങ്ങ് നേടിത്തരണമേ. നീ ഈശോയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും ത്യാഗങ്ങളും സഹനങ്ങളും എല്ലാം എടുത്ത് സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഇന്നേ ദിവസം എന്നെ കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. പുണ്യവതി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും നീ നിൻ്റെ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ. നമുക്കൊരു നിമിഷം മൗനമായിട്ട് നമ്മുടെ യാചനകളെ ഒന്ന് വിട്ടുകൊടുക്കാം. വിശുദ്ധ കൊച്ചുത്രേസ്യായെ, ഇപ്പോൾ ഞങ്ങളെല്ലാവരും സമർപ്പിച്ച പ്രാർത്ഥന നീ ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു പുഷ്പവർഷമായിട്ട് ഞങ്ങളിലേക്ക് അത് നീ ചൊരിയണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ